അവരിങ്ങ എത്താറായിന്ന് ആങ്ങളെ ഇപ്പൊ വിളിച്ച് ഷൂട്ടിങ്ങുകാരെ അവനിപ്പൊ ഇങ്ങ എത്തുമെന്ന്. എന്റെ ദൈവം എനിക്ക് ഇച്ചിരി ചായ വെക്കണം, കാപ്പി വെക്കണം. എനിക്ക് ഒട്ട സമയത്തെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണും കേട്ടോ. ഞാൻ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞിട്ടുണ്ടോ ആങ്ങളയോട്? ഇതിനകത്തുനിന്ന് ഒരു പൂവോ പൂച്ചെടിയോ പൊട്ടിച്ചാ ഒരു ഒറ്റ എണ്ണത്തിന് ഗേറ്റ് ഞാൻ പുറത്ത് വിടത്തില്ല, പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ കാര്യം കേട്ടോ, എനിക്കൊരു വേഷം തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങാനും കയറി വൈറലായ എന്റെ ദൈവം വേറെ പെട്ടെന്ന് പറഞ്ഞേച്ചാ മതി. കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി ഇതുവരായിട്ട് നീ വൈറലായിട്ടില്ല. ഇപ്പോഴാണ് ഈ സിനിമയിൽ അഭിനയിച്ച് വൈറലാകുമ്പോ. എന്റെ കുഴപ്പം കൊണ്ടാണ്. 12 വർഷമായില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? ഇതുവരെ നമുക്കൊരു കുഞ്ഞിക്കാല് കാണുന്നതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ മനുഷ്യ? എടി നീ ഒന്ന് മനസ്സിലാക്കണം, ഈ കാണുന്ന ചെടികളും മരങ്ങളും ഒക്കെയാണ് നമ്മുടെ മക്കള്. ഞാൻ നട്ടു വളർന്ന മക്കളെന്ന് പറഞ്ഞ് എന്റെ മക്കളെന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് എന്റെ മക്കള്. ഞാൻ കൊണ്ടുപോയി എനിക്ക് അടുക്കള പറയാം. അല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുറത്ത് കുറെ വണ്ടികളൊക്കെ കിടക്കുന്നത് എന്തോ? അതെ, ഈ ഇവളുടെ ആങ്ങളെ അറിയാലേ, സിനിമയുടെ കഥ എടുത്തുന്നവനെ. അവര് സിനിമ ഷൂട്ടുണ്ട്. ഇന്ന് ഇവിടെ വെച്ചാണ് പാട്ട് സീൻ ഷൂട്ട് ചെയ്യുന്നത്. സിനിമ ഷൂട്ടുണ്ടോ? അല്ല, ഇവര് ആഹാരം വെച്ച് കഴിക്കുന്ന വണ്ടിക്കകത്തിരുന്ന പുക വരുന്ന വണ്ടിക്കകത്തുനിന്ന്. പുക വരുന്നു? അത് പുള്ളി എഴുത്തുകാരനാണല്ലോ. ഇത് കിട്ടാത്തതിന്റെ പേരിൽ ഈ തല പുകഞ്ഞ് ആലോചിക്കണം, അതിന്റെ പുക വരുന്നതാ. അങ്ങനെ അത് ഞാൻ വിചാരിച്ച എന്താ കാര്യം അറിയാൻ പറ്റും, അതുകൊണ്ടാ. അവനും വന്നിട്ട് അച്ഛാ, എനിക്ക് രാജുവായിട്ട് ജീവിക്കണം. വിടില്ല, അവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ വിടില്ല. ഓണായിട്ട് പൈസ ഫസ്റ്റ് കിട്ടിയവൻ ഇത് അളിയൻ. ഇത്രയും കൂടുതൽ ചിരിക്കാനായിട്ട് അവിടെ വേറെ എന്തെങ്കിലും പരിപാടി നടക്കുന്നത്? അവിടെ ഒരു പല്ലിയുടെ താരവിളയാട്ടം നടപ്പുണ്ട്, അത് കണ്ടോണ്ടാ മതി. എന്റെ അളിയ ഇതിനകത്ത് വൃത്തിയോടെ കാണിച്ചു വെക്കല്ലേ. എനിക്ക് പാവന കിട്ടുന്നില്ല. അളിയ ഇത് പറ്റി കീറാവുള്ളല്ലേ? ഞാൻ കീറി കളിച്ചേരാം. എന്തിനു ഓരോന്നൊക്കെ സമയം കളയുന്നത്? ഒന്നിച്ചാൻ കീറി കളഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നു? അളിയൻ എന്തോ അളിയ കാണിക്കുന്നത്? എനിക്ക് പാവന കിട്ടുന്നില്ല. പാവന നടി നടി അല്ല, ഭാവനയല്ല. പോവല്ലെന്ന്, അത് ഭാവനയല്ലെന്ന്. പിന്നെ പുള്ളി ഇവിടെ നിന്നാണല്ലോ കഥയൊക്കെ എഴുതിയത്. അപ്പൊ ഇവിടെ ചുറ്റുവട്ടത്തിൽ പുള്ളിക്ക് ഭാവന എന്ന് പറഞ്ഞ എന്നാന്നാ ഞാൻ പറയുന്നത്, ഈ എഴുതാനുള്ള ത്വര. ഓ അങ്ങനെ. ഓക്കെ കേട്ടോ. അപ്പൊ എന്റെ ഡയറക്ടർ ഇങ്ങോട്ട് വരും. ചൂടനായാലും ഒരു കാര്യം ഞാൻ അളിനോട് പറഞ്ഞേക്കാം. ഈ പൂവോ പൂച്ചെടിയോ തൊട്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അറിയാലോ, ഇതൊക്കെ എന്റെ മക്കളാണ്. കളിന്റെ മക്കളെ ഞാൻ തൊടത്തില്ല. എന്റെ അനുഗ്രഹം പറയാൻ ഞാൻ തൊടുന്നില്ല. അത് മതി. സാറ് വരുന്നു കേട്ടോ. ഈ ചായ വല്ലും പെങ്ങളോടൊന്നും ഇടാൻ പറയണേ. അതൊക്കെ വിടാൻ പോയിട്ടുണ്ട്. വാ സാറേ. വാ. എന്റെയാ ആണോ? എങ്ങനെയുണ്ട് സാറേ മൊത്തത്തിലൊരു കളം? നമസ്കാരം, ഞാൻ പ്രശസ്ത സിനിമാ ഡയറക്ടർ റാം ചരൺ. ഞാൻ ഈ പൂന്തോട്ടത്തിന്റെ ഓണർ പുഷ്പരാജ്. പൂക്കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെ പോയാൽ മതിയോ? നല്ല പോലെ കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് നമുക്കങ്ങ് വളരണ്ടേ? എന്തിനാണോ ഞാൻ പറഞ്ഞായിരുന്നോ നിന്നോട്? എന്റെ പൂവോ പൂച്ചെടിയോ തുടരുന്നു. സോറി, അത് അളിയനെ മക്കളെ പോലെ വളർത്തുന്നതാ, അതുകൊണ്ടുള്ള പ്രശ്നം. ഇനി പറിക്കരുത്. എങ്ങനെ പറിക്കാതിരിക്കും? നമ്മുടെ 3-4 സീന് പൂ പറിക്കുന്ന സീനല്ലേ? ആ തളിയും കാറാതെ നമുക്ക് 2-3 പറിച്ചാ പോരെ? പറിച്ചെടുക്കാമല്ലോ. അപ്പൊ നമ്മൾ അടുത്ത സീൻ, ക്ലൈമാക്സ് സീൻ, പാട്ട് സീൻ പറ. അല്ല, പാട്ട് സീൻ പാവന കിട്ടുന്നില്ല. കഴിഞ്ഞ ഷൂട്ട് കടപ്പുറത്തായിരുന്നു. ഭാവന കിട്ടില്ലെന്ന് പറയും. നേരെ പുള്ളി കടപ്പുറത്തോട്ട് കാണാൻ അവിടെ പോയി. അപ്പൊ അവിടെ വെച്ചാരാധന ഉണ്ട്. കിട്ടിയോ? കിട്ടിയോ? നമുക്ക് അടുത്ത സീൻ എന്താണ്? നായകനെ വിളിക്കാൻ പറഞ്ഞോ. നായകനെ വിളിക്കൂ. നായകനെ വിളിച്ചിട്ട് വരുന്നില്ല സാറേ. എന്ത് പറ്റി? അങ്ങനെ മുടിഞ്ഞ് ജാടയെന്ന്. എന്നാ പിന്നെ നായികയെ വിളി. അതിന് നായകയുടെ സീൻ അല്ലല്ലോ ഇവിടെ ചെടുക്കുന്നത്. ഇവിടെ നായക വരുമ്പോ നായകൻ പട്ടി മണത്ത് വരുമ്പോൾ വന്നോളൂ. വിളിക്കട്ടെ. ഷോട്ട് റെഡി, വാ. കണ്ട മരണ വരവ് കണ്ട. ഇനി നായക പൊക്കോളൂ. ഇതെവിടെ പോണ? ഇവിടെ ഇല്ലേ? അയ്യോ, ഇതെന്താണ് കാണുന്നത്? അയ്യോ, what a wonderful garden. ചേട്ടാ, ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോ എനിക്കിത് ഈ പൂ തരോ? പൂ തരത്തില്ല, വേണമെങ്കിൽ മൊത്തത്തിൽ അങ്ങ് തരാം. 1.5 ലക്ഷം രൂപ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന പൂവാണ്. ഒരു പൂ കൊടുക്കളിയാണ്. പൂവൊന്നും കൊടുക്കത്തില്ല, ഞാൻ പറഞ്ഞില്ല. നല്ല നടിയാന്ന്. എല്ലാ നടിയായാലും ഞാൻ കൊടുക്കത്തില്ല. ഒരു പൂവല്ലേ ചോദിച്ചത്? ജാടാക്കേണ്ട ആവശ്യമുണ്ടോ? മോളൂ,
എന്താ ഇഷ്യൂ അവിടെ? ഞാൻ ഈ പൂ ചോദിച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര ചാട. അവനെ കണ്ടറിയത്തില്ല, ഭയങ്കര ജാടയാ. മോക്കൊരു പൂല 10 പൂ ഈ ഏട്ടൻ പറിച്ചു തരും. ഒരിക്കല് കിട്ടും, ഒരിക്കല് പണി കിട്ടും. അയ്യോ എന്റെ മക്കളെ നീ പറഞ്ഞാ പട്ടി. എന്റെ മക്കൾ ഇങ്ങോട്ട് വന്ന് ഭയങ്കര പാൻസുള്ള നടനാണ് കേട്ടോ. പാൻസുള്ള നടനാ പുള്ളി. അങ്ങനെ മാറ്റി ഒരു കാര്യം, അടുത്ത സീൻ പറ. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് സീനാണല്ലോ സാർ. നമുക്ക് ഈ പൂന്തോട്ടത്തില് ആ ഊഞ്ഞാലില് ഇവിടെ നമുക്ക് നാട്ടുകാരെ കൊണ്ട് ഊഞ്ഞാലിടി. ആ ഊഞ്ഞാലില് നമ്മുടെ നായിക ഇരിക്കുന്നു. ആ നായികയുടെ കൂട്ടുകാരി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ആട്ടാനുള്ള കൂട്ടുകാരി എവിടെ? അളിയാ നമ്മുടെ നായികയുടെ കൂട്ടുകാരിയായിട്ട് ഒരാൾ വേണം അളിയനൊന്ന്. ഞാൻ ഇനി ചുരിദാർ വിട്ട് മീശയൊക്കെ പഠിച്ച സമയം ഒത്തിരി ആവും, എന്നെ കൊണ്ട് പറ്റത്തില്ല. അളിയന്റെ കാര്യമല്ല, ഓപ്പോളെന്ത് ഓപ്പോളം എത്തുണ്ട്. ഓപ്പോള വിളിച്ച് നമുക്ക് ചെറിയ സാധനം കൊടുക്കാം. വിളിക്കേ അവക്ക് വേഷോ നേരത്തെ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഇതൊക്കെ കൊളവാക്കുന്നു. അപ്പൊ നായിക ഊഞ്ഞാലി ഇരിക്കുന്നു. അപ്പൊ കൂട്ടുകാരി വന്ന് ആട്ടുന്നു. നായികയുടെ കൂട്ടുകാരി എവിടെ? വന്നു എവിടെ കൂട്ടുകാരി എവിടെ? ഇതാണ് നായികയുടെ കൂട്ടുകാരി ആട്ടുന്നു. എടോ, നായകയുടെ കൂട്ടുകാരിയാണ് വേണ്ട, അല്ല നായകയുടെ തള്ളയല്ല. നല്ലതായിട്ട് ആട്ടും, അതുകൊണ്ടാ പറഞ്ഞ. എടോ, ഈ മുഖമൊക്കെ വെച്ച് ഇതിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോരെ? അഡ്ജസ്റ്റ് ചെയ്യാലോ. എന്നാ പിന്നെ അവർക്ക് ഡയലോഗ് കൊടു. ഡയലോഗ് പറയൂ. ഡയലോഗ് വേണോ സാർ? എന്റെ നായകയുടെ കൂട്ടുകാരിക്ക് ഡയലോഗ് വേണം. എന്നാ ഒരു കാര്യം ചെയ്യും, ആ ഊഞ്ഞാലിരുന്ന് ആട്ടിക്കൊണ്ട് ദേ വരുന്നു നിന്റെ കൂട്ടുകാരൻ. ഓക്കെ പറയട്ടെ. പറ. നിന്റെ കൂട്ടുകാരൻ ആ ആട്ടല്ല, ഊഞ്ഞാലിരുന്ന് ആട്ടിക്കൊണ്ടെന്നാ പറഞ്ഞ. അപ്പൊ നമുക്ക് ഈ ആട്ടും തുപ്പൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. നമുക്ക് ആദ്യം പാട്ട് സീൻ എടുത്ത് തീർക്കാം. പാട്ടൊക്കെ തുടങ്ങണോ കൊള്ളാം. പൂവലോ പൂച്ചെടിയോ തൊട്ടാ വിവരം അറിയും. ആളിയെ തൊടത്തില്ലെന്ന് പറഞ്ഞില്ലേ? എടോ, തന്റെ പൂവിലും തൊടുന്നില്ല, തന്റെ കായലും തൊടുന്നില്ല. സമാധാനമായല്ലോ? ദേഷ്യം ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു അറിയോ? സാർ എന്താ സാർ ഷട്ടപ്പ് എന്ന് പറഞ്ഞ? ടച്ചപ്പെന്ന് പറഞ്ഞാൽ മാറിപ്പോയി. ഇനി നീ ഇവിടെ വാ തുറന്ന എന്നെ മാറ്റിയിട്ട് ഇവനെ ഞാൻ നായകനാക്കും കേട്ടല്ലോ. മിണ്ടിപ്പോര, അവിടെ ഇരിക്കും. അവിടെ ക്യാമറ ഇവിടെ ഒരു. അപ്പൊ നമുക്ക് പാട്ട് സീൻ എടുക്കാമല്ലോ. ഓക്കെ ആക്ഷൻ മ്യൂസിക്. സാർ ഞാൻ നല്ല രീതിയിൽ താനല്ലടോ. ഇവിടെ പോലീസുകാരൊക്കെ സീൻ പിന്നെയാണ്. നിങ്ങൾ സമയമാകുമ്പോ വിളിക്കാം. ആരാണോ ഇവരൊക്കെ മാറി നിൽക്കണോ? സോറി അപ്പൊ റെഡി. റോളിംഗ് ആക്ഷൻ. ഹലോ, ഞാൻ ഒറിജിനൽ പോലീസുകാരാ. നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളല്ല. ഒറിജിനൽ പോലീസുകാരെ. സത്യമായിട്ടും അവരെ കൊണ്ടുവന്നേ. സാറേ ഇത് കണ്ടോ സാറേ, ഞാൻ അന്യായമായിട്ട് പൈസ കൊടുത്ത് വളർത്തിയ എന്റെ പൂച്ചെടിയാണ് സാറേ നശിപ്പിച്ചത്. സാറേ എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരാൻ പറ സാറേ അവനോട്. ഈ പൂന്തോട്ടം ആരുടെ ഇത്? പൂന്തോട്ടം എന്റെയാ സാറേ. ആണല്ലേ? അത് ശരി. അപ്പൊ ഈ പൂന്തോട്ടം ഈ ദേവസ്യ എന്ന് പറയുന്ന ആരാ? ദേവസ്യ എന്ന് പറയുന്നത് എന്റെ അളിയൻ. എന്താ നിങ്ങള്? ഓ, അപ്പൊ അതാണ് അളിയൻ. ഓക്കെ. അപ്പൊ താനാണ് ഈ പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അല്ലേ? അതെ. ഇനി വന്നേ, ഇയാൾക്ക് ഈ ചെടി കൊടുത്താൽ ഞാനാ? ആണോ? എന്താണോ ഇയാള് പറഞ്ഞത്? ഞാൻ സാറേ ഒരു സൂര്യാന്തി ചെടിയാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞത് പ്രത്യേകതര സൂര്യാന്തി എന്ന് പറഞ്ഞു. സൂര്യാന്തിയാ സാറേ. ഇത് സൂര്യാന്തിയാണോ? അതെ. ഇത് എവിടെ കിട്ടിയത്? ഇത് എന്റെ അളിയൻ ഇടുക്കിയിൽ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോ കൊണ്ടുവന്നാ. എന്നോട് പറഞ്ഞു ഇവിടെ നട്ട് വളർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ ചാണകവും വളമൊക്കെ ഇട്ട് നട്ട് വളർത്തി 3-4 ജനം ഒത്തിരി വലുതായിട്ടുണ്ട്. ഓഹോ, അപ്പൊ അളിയൻ ഇടിക്കുന്നു കൊണ്ടുവന്നാ? അളിയനാണ് ദേവസ്യ. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ? ഇല്ല, ഇനി അവിടെ നിൽപ്പുണ്ട് സാർ. ഇത് എന്ത് ചെടിയാന്ന് എനിക്കറിയോ? ഇത് സൂര്യകാന്തി. ഇത് കഞ്ചാവാണ്. കഞ്ചാവ് ഇങ്ങനെയാണോ സാറേ ഇരിക്കുന്നത്? പിന്നെ കഞ്ചാവ് ഉണങ്ങി പൊതിയിലല്ലേ ഇരിക്കുന്നത്? അത് ഉണങ്ങിയ കഞ്ചാവ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള പച്ച കഞ്ചാവ് ചെടി. പച്ചപ്പഞ്ചാവോ? ഓ, പച്ച കഞ്ചാവ് ചെടി. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇത് കൊണ്ടുവന്ന അളിയൻ 1-ാം പ്രതി കഞ്ചാവ് കേസിൽ, 2-ാം പ്രതി അതായത് കൂട്ടുപ്രതി താൻ. ഇത് നട്ടു വളർത്തി വളവിട്ട്. അപ്പൊ രണ്ടുപേരും കൂടെ വാ. ഉണ്ടാക്കാൻ പോയത് അവിടെ കഞ്ചാവ് വലിക്കാനാണെന്നല്ലേ അളിയാ? ഭാവന കിട്ടണ്ടേ?
അപ്പൊ സാറേ എന്റെ ഈ സിനിമ ഓ താങ്കളാണ് ഡയറക്ടർ അല്ലേ? ഈ സിനിമയുടെ പേരെന്താ? ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ഒരു കാര്യം ഞാൻ നമുക്ക് ഈ പേരങ്ങ് മാറ്റാം. കഞ്ചാവ് മണക്കുന്ന പൂന്തോട്ടം എന്നങ്ങാക്കിയാലോ? അതല്ല സാറേ, ഇതുവരെ എന്റെ സിനിമയ്ക്ക് ക്ലൈമാക്സ് ആയിട്ടില്ല. നമുക്ക് ഈ ഒരു ക്ലൈമാക്സ് കിട്ടിയിട്ടെങ്കിലും ഇവരെ കൊണ്ടുപോകാൻ നോക്കൂ സാറേ. ഒരു പരിപാടി നടക്കില്ല. രണ്ടുപേരും വന്നേ. ക്ലൈമാക്സ് കിട്ടി. എന്താ പിന്നെ എഴുത്. ഇവിടെ തന്നെ വെച്ച് എഴുതാം. ഓക്കേ. അയ്യോ ഇവിടെ വെച്ച് എഴുതണ്ട. പിന്നെ? അങ്ങ് ജയിലിൽ പോയി അവിടെ വെച്ച് എഴുതാം. കേട്ടോ ജിപി? ഓക്കേ ബൈ ബൈ.